ഓയിലോ മുട്ടയോ ചേർക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും മയോണൈസ് കഴിക്കാൻ, അവരൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് മയോണൈസ് ഇതുപോലെ തിക്കായിട്ട് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ലോണം ഓയിൽ ചേർക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു മയോണൈസിൽ ഒരു തുള്ളി പോലും ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് പാല് നമുക്കത് ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂണ് വിനാഗിരി കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ പാല് പിരിഞ്ഞ് കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചിട്ട് ഈ ഒരു പാലിനുള്ള ഈ ഒരു ചീസൊക്കെ ഉണ്ടല്ലോ പിരിഞ്ഞ് വന്നിട്ടുള്ളത്, അത് നമുക്ക് വേർതിരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം ഇപ്പോൾ കളയണ്ട, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമുക്ക് കുതിർന്ന് വന്നിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പാലിൽ നിന്ന് ആ ഒരു അരിച്ചെടുത്തിട്ടുള്ളതുണ്ടല്ലോ, ആ ഒരു ചീസ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിനായിട്ട് ഒരു 4 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അധികം പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. നമുക്ക് എത്രത്തോളമാണോ മയോണൈസിന് ആ ഒരു പുളിപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1 ടീസ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലൂസാക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ പാൽ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളമാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, കാരണം പെട്ടെന്ന് ലൂസായി പോകും ചിലപ്പോൾ. അപ്പോൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തിക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റിലുള്ള മയോണൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എപ്പോഴും മയോണൈസൊക്കെ കഴിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. അല്ലാതെ ഓയിലൊന്നും ഒരുപാട് ചേർത്തിട്ടുള്ള മയോണൈസ് എപ്പോഴും കൊടുക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.